إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ സാധ്യമാം വിധം പ്രാവർത്തികമാക്കണമേ എന്നും റബ്ബ് ഉപേക്ഷിക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി വർജിക്കണമേ എന്നും ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു തആല യഹ്യ അലൈഹിസ്സലാമിനോട് 5 കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും തന്റെ ജനതയായ ബനു ഇസ്രായേലുകാരോട് അവരോടും ഈ 5 കാര്യങ്ങൾ കൽപ്പിക്കാനും അതവർ പ്രാവർത്തികമാക്കിക്കൊള്ളട്ടെ എന്നും അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ യഹ്യ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഈ കൽപ്പന നിറവേറ്റാൻ അല്പം വൈകി. അങ്ങനെയിരിക്കെ ഈസ അലൈഹിസ്സലാം യഹ്യ അലൈഹിസ്സലാമിനോടായി ഈ കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം ഓർമ്മപ്പെടുത്തിയ ശേഷം നീ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്തു കൊള്ളാം എന്ന് അദ്ദേഹത്തെ ആ കാര്യം പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ യഹ്യ അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞൊരു കാര്യം, അല്ല, റബ്ബ് എന്നോടാണ് കൽപ്പിച്ചത്, അത് ഞാൻ തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ ഭയക്കുന്നു. റബ്ബിന്റെ ശിക്ഷ എന്നിൽ ഇറങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹുവിന്റെ ഒരു കൽപ്പന അത് നിറവേറ്റാൻ അല്പം വൈകിയപ്പോൾ യഹ്യ അലൈഹിസ്സലാം പറഞ്ഞ കാര്യമാണിത്. അഖ്ഷ അൻ ഉഅദ്ദിബഹ്, ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു. സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ അവൻ വീഴ്ച വരുത്തുമ്പോൾ അവൻ ഈ ഒരു പ്രയാസം, ഈ ഒരു വ്യസനം അവന്റെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് ഞാൻ കാരണക്കാരനായി തീരുമോ? റബ്ബിന്റെ ഈ കൽപ്പന അനുസരിക്കാത്ത കാരണത്താൽ, നോക്കൂ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാത്ത കാരണത്താൽ അള്ളാഹു ശിക്ഷിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, പ്രതീക്ഷ കൊണ്ട് മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യരുത്. ഇങ്ങനെ പേച്ചുപോയ ആളുകളുണ്ട്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു കാരുണ്യം ചെയ്തുകൊള്ളും. ഈമാനുണ്ടെങ്കിൽ എന്ത് പാപം ചെയ്താലും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, ഈമാൻ ഉണ്ടായാൽ മതി എന്ന ഈ പേച്ചവാദം വാദിച്ച ആളുകളുണ്ട്. അവർക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? പ്രതീക്ഷയിൽ മാത്രം റബ്ബിനെ ഇബാദത്ത് ചെയ്തു. നേരെ മറിച്ച് പേടിയോടെ മാത്രം, ഭയത്തോടെ മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് പേച്ചു പോയ ആളുകളുണ്ട്, ഖവാരിജികൾ എന്ന് പറയും. വൻപാപങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്നും പുറത്തായി എന്ന വാദം വാദിക്കുന്ന അവർക്ക് സംഭവിച്ചത് ഇതിന്റെ നേർ വിപരീതവും. അതുകൊണ്ട് ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, കാരുണ്യത്തെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ളവനും എന്നാൽ റബ്ബിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഭയമുള്ളവനുമാകേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, നബി ഇബാദി, എന്റെ അടിയാന്മാരെ അറിയിക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ്, അവരുടെ പാപങ്ങൾ മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കുന്നവനാണ്, അവർക്ക് അതിന്റെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നവനാണ്. റഹീം, അങ്ങേയറ്റം അവരോട് കാരുണ്യം കാണിക്കുന്നവനാണ്. ശേഷം എന്താണ് പറഞ്ഞത്? അന്ന അദാബി, എന്നാൽ എന്റെ ശിക്ഷ
ഹുവൽ അദാബുൽ അലീം, അതേറെ വേദനജനകമായ ഒന്നാണ്. അപ്പോൾ പ്രതീക്ഷയും ഭയവും ഇത് രണ്ടും ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ടതുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയോട് അദ്ദേഹം പറഞ്ഞില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക, ഇന്നഹു കാന ഗഫാറ, അവൻ അങ്ങേയറ്റം മഗ്ഫിറത്ത് നൽകുന്നവനാണ്. ശിക്ഷയുടെ അനന്തരഫലം, പാപങ്ങളുടെ അനന്തരഫലം അല്ലെങ്കിൽ ശിക്ഷ ഒഴിവാക്കി തരാൻ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ തേടുക, തൗബ ചെയ്ത് അവനിലേക്ക് മടങ്ങുക. അവൻ ഗഫാറാണ്, അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, അടിമകളുടെ ശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്നവനാണ്. ശേഷം അദ്ദേഹം ഇസ്തിഗ്ഫാറിന്റെ പാപമോചനം നേടിയാൽ ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആകാശത്തു നിന്നും മഴ ധാരാളമായി വർഷിപ്പിച്ചു തരുന്നതാണ്. മുൻഗാമികളോട് മഴയില്ല എന്ന് ആവലാതി പറഞ്ഞപ്പോൾ ഇസ്തിഗ്ഫാർ നടത്താൻ അവർ കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഈ ആയത്താണ്. അല്ലാഹുവിലേക്കുള്ള ഇസ്തിഗ്ഫാർ, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കാരണമാകും. ശേഷം അല്ലാഹു പറഞ്ഞില്ലേ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ സമ്പത്ത് അധികരിപ്പിച്ചു തരും നിങ്ങൾക്ക്, വബനീൻ, സന്താനങ്ങളും അധികരിപ്പിച്ചു തരും, വയജ്അൽ ലക്കും അൻഹാറ, ഇഷ്ടമുള്ള കായ്കനികൾ കഴിക്കാൻ അവൻ തോട്ടങ്ങളും നിങ്ങൾക്ക് സജ്ജമാക്കി തരുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, ആ തോട്ടത്തിലേക്ക് വേണ്ട വെള്ളത്തിനായി നദികളും അവൻ സജ്ജീകരിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാലികൾക്ക് കുടിക്കാനായി വെള്ളത്തിനായി നദികളും അവൻ ഒരുക്കി തരുന്നതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം എന്ത് കാരണം ചെയ്തു കൊടുക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്? ഇസ്തിഗ്ഫാർ അഥവാ റബ്ബിലേക്ക് തൗബ ചെയ്ത് ഒരുവൻ മടങ്ങിയാൽ ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഇതെല്ലാം. ശേഷം അള്ളാഹു ചോദിച്ച ചോദ്യമുണ്ട്, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നൂഹ് അലൈഹിസ്സലാം ഖൗമിനോട് ചോദിച്ചതാണ്. ലാ തർജൂന ലില്ലാഹി വഖാറ, അല്ലാഹുവിന് എന്തേ നിങ്ങൾ ഗാംഭീര്യം കൽപ്പിക്കാത്തത്? അല്ലാഹുവിനെ ഗാംഭീര്യം കൽപ്പിക്കുക, അത് അല്ലാഹുവിൽ പ്രതീക്ഷയുള്ളതുപോലെ തന്നെ അല്ലാഹുവിനെ ഭയപ്പെടാനും അത് കാരണമാകും. യഹ്യ അലൈഹിസ്സലാമിന്റെ മാതൃക നാം നേരത്തെ പറഞ്ഞു. അള്ളാഹുവിന്റെ കൽപ്പന ബനൂ ഇസ്രായേലുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്പം വൈകിയപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച്. സൂറത്തുൽ മുദ്ദസ്സിറിൽ അള്ളാഹു പറഞ്ഞില്ലേ, വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. അള്ളാഹുവിനെ ഒരു അടിമ മഹത്വപ്പെടുത്തിയാൽ അത് അവന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും, അവന്റെ ഹൃദയത്തിന്റെ മനോഭാവത്തിൽ വരെ മാറ്റമുണ്ടാകും. നിനക്ക് ചില്ലറ ഉപകാരങ്ങൾ ദുനിയാവിൽ തന്ന ഒരാൾ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ എത്രത്തോളം ഗൗരവത്തിൽ അത് എടുക്കും? വളരെ മുഖവില കൊടുക്കില്ലേ? പിന്നെ എന്റെ റബ്ബിന്റെ കൽപ്പനകളോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ ചില ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അങ്ങനെ യഹ്യ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിൽ, ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിൽ ബനൂ ഇസ്രായേലുകാരെ ഒരുമിച്ച് കൂട്ടി. എത്രത്തോളം എന്ന് വെച്ചാൽ പള്ളി നിറഞ്ഞു കവിഞ്ഞു. പള്ളിയിൽ സ്ഥലമില്ലാതെ പള്ളിക്ക് ചുറ്റും ഉയർന്ന സ്ഥലങ്ങളിലായി ആളുകൾ ഒത്തുകൂടി. അങ്ങനെ അദ്ദേഹം അള്ളാഹു അറിയിച്ച ആ കാര്യങ്ങൾ അവർക്കായി പറഞ്ഞു കൊടുത്തു. ഒന്നാമതായി പറഞ്ഞത്, അൻ തഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. ഇബാദത്തിലെ ഒരു അംശം പോലും അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും നൽകരുത്. ഇതാണ് ഏത് പ്രവാചകനും തന്റെ ഉമ്മത്തിനോട് പറഞ്ഞ ആദ്യ കാര്യം. ഇതാണ് വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നാം നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നിയോഗിച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഉഅബ്ദുല്ലാഹ്, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വഇലാ സമൂദ് അഖാഹും സ്വാലിഹ, സമൂദിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ നാം നിയോഗിച്ചു. എന്താണ് പറഞ്ഞത്? യാ ഖൗമി അബ്ദുല്ലാഹ്, സമുദായമേ, സമൂഹമേ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല. മദീനയിലേക്ക് ശുഐബ് അലൈഹിസ്സലാമിനെ നിയോഗിച്ചു. വഇലാ മദിയന അഖാഹും ശുഐബ, എന്താണ് പറഞ്ഞത്? ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ നിയോഗിച്ചു. എന്താണ് പറഞ്ഞത്? ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. തൗഹീദ്. ഈ ആളുകൾക്ക് അവസാനിപ്പിച്ചൂടെ തൗഹീദ്? ഇല്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന മുസ്ലിമിന് തൗഹീദ് അവസാനിപ്പിക്കാൻ ഒരു മാതൃകയും ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പ്രഥമ കൽപ്പനയാണ്, പ്രാധാന്യമുള്ള ആദ്യത്തെ കൽപ്പനയാണ്. ജമാഅത്തെ ഇസ്ലാമിലെ ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചതുപോലെ ഭരണമെന്നത്
ഏറ്റവും പ്രധാനമായ കാര്യമല്ല. ആദ്യ കൽപ്പന നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കക്കാർ അവിടത്തേക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ എന്തുണ്ട്? ഭരണമാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ തൗഹീദ് പറച്ചിലൊന്ന് അവസാനിപ്പിക്കുക. ഭരണമാണോ നിനക്ക് വേണ്ടത്? നേതൃത്വമാണോ വേണ്ടത്? തരാം. ഭരണമായിരുന്നു ലക്ഷ്യമെങ്കിൽ കൈനീട്ടി വാങ്ങില്ലേ? അല്ലാഹുവിന്റെ റസൂൽ തൗഹീദിലേക്കുള്ള ദഅവത്തിൽ ഭരണമെന്നും പറഞ്ഞ് വെള്ളം ചേർക്കുന്നവർ അങ്ങേയറ്റം ചിന്തിക്കുക ഈ ആയത്തുകൾ. അങ്ങനെ അദ്ദേഹം ആദ്യമായി പറഞ്ഞത് ഉഅ്ബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ശൈഅ, ആ ഇബാദത്തിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. ശേഷം ശിർക്കിന് മനോഹരമായ ഒരു ഉദാഹരണം, എത്രത്തോളം നന്ദികേടാണ് ശിർക്ക് എന്ന് അറിയിക്കാൻ ഒരു നല്ലൊരു ഉദാഹരണം യഹ്യ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് ആ ബനൂ ഇസ്രായേലുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിൽ ശിർക്ക് ചെയ്തവന്റെ ഉപമ കമസലി റജുലിൻ ഇസ്തറ അബ്ദ, ഒരാൾ ഒരു അടിമയെ വാങ്ങി. നമുക്കറിയാം, അടിമ സമ്പ്രദായത്തിൽ ഒരു അടിമയെ കിട്ടണമെങ്കിൽ വലിയ വില കൊടുക്കണം. അങ്ങനെ ഒരാൾ ഒരു അടിമയെ വാങ്ങുകയും മിൻ ഖാലിസി മാലിഹി ബിദഹബിൻ ഔ വരിഖ്, തന്റെ സ്വന്തം പണം ഉപയോഗിച്ച് അദ്ദേഹം ഒരു അടിമയെ വാങ്ങി. ഫഖാല ഹാദിഹി ദാരി, അടിമയോട് പറഞ്ഞു, ഇതാണ് എന്റെ വീട്. വഹാദ അമലി, നിനക്ക് ചെയ്യാനുള്ള പണികൾ ഇന്ന ഇന്ന പണികളാണ്, നീ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് ഇന്ന ഇന്ന പണികളാണെന്ന് തന്റെ സേവകനോട് ഈ യജമാനൻ ആവശ്യപ്പെട്ടു. ഫഅമൽ വഅദ്ദി ഇലൈ ഫകാന യഅമലു വയുഅദ്ദി ഇലാ ഗൈരി സയ്യിദിഹി, എന്നാൽ ഈ അടിമ, ഈ സേവകൻ മറ്റുള്ള ആളുകൾക്ക് പോയി സേവനം ചെയ്തു. തന്റെ യജമാനൻ ചെയ്തു കൊടുക്കാതെ മറ്റുള്ള ആളുകൾക്ക് പലർക്കും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ടി പണിയെടുത്തു കൊടുത്തു, അവർക്ക് വേണ്ടി കച്ചവടം ചെയ്തു കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ഈ ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന് ഉദാഹരണമാക്കി പറയുകയാണ്. ഫഅയ്യുകും യർലാ അൻ യകൂന അബ്ദുഹു കദാലിക്, നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ ഒരു അടിമ, നിങ്ങളുടെ സേവകൻ ഇങ്ങനെയാകാൻ നിങ്ങളിൽ ആരാണ് ആഗ്രഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു, ഭൂമിയിൽ നമുക്ക് വേണ്ട ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം സജ്ജീകരിച്ചു തന്നു. ശേഷം ആവശ്യപ്പെട്ട ഒരു കാര്യം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. എന്നാൽ ആ ഇബാദത്താണെങ്കിൽ മറ്റു പലർക്കും കൊടുത്തു ആളുകൾ ഇതാ ശിർക്ക് ചെയ്യുന്നു. അന്നം തരാൻ റബ്ബ് വേണം, ചോറ് തരാൻ റബ്ബ് വേണം, കൂറ് കാണിക്കാൻ മുഹീദ്ദീൻ ഷെയ്ഖ്. പല്ലുവേദന വന്നാൽ പോലും വിളിക്കാൻ റബ്ബ് വേണം, വേദന മാറിക്കഴിഞ്ഞാൽ വിളിക്കാൻ മമ്പളം തങ്ങൾ. അനുഗ്രഹങ്ങൾ പേമാരി പോൽ വർഷിപ്പിച്ചിട്ടും നന്ദികേടിന്റെ കരിമ്പുകകൾ മാത്രമാണ് നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയരുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഇത്രമാത്രം മോശം അവസ്ഥയിലാണ് നാം. ഷിർക്കിന്റെ എത്രത്തോളം വലിയൊരു നന്ദികേടാണ് റബ്ബിനോട് ഷിർക്ക് എന്നത് ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു അറിയിച്ചു തരികയാണ്. രണ്ടാമതായി യഹ്യ അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിനോട് കൽപ്പിച്ച കാര്യം, അള്ളാഹു നിങ്ങളോട് നിസ്കാരം അതിനെ സംബന്ധിച്ച് കൽപ്പിക്കുന്നു. ഫൈദാ സ്വല്ലൈതും, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഫലാ തൽതഫിതു, നിങ്ങൾ തിരിയരുത്, ഇടത്തോട്ടും വലത്തോട്ടും തിരിയരുത്. ഫഇന്നല്ലാഹ യൻസുബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി, കാരണം അല്ലാഹു അവന്റെ മുഖത്തെ തന്റെ അടിമയുടെ മുഖത്തിന് അഭിമുഖീകരിച്ചാണ് അള്ളാഹുവിന്റെ മുഖം ഉള്ളത്. അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അതിനെ നിഷേധിക്കുകയല്ല നാം വേണ്ടത്. അള്ളാഹുവിന്റെ മഹത്വത്തിനും ഉന്നതിക്കും യോജിച്ച വിധത്തിൽ അള്ളാഹുവിന് മുഖമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അറിയിച്ചു തരാത്ത കാര്യം എങ്ങനെയെന്ന് ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യകത നമുക്കുമില്ല. റബ്ബ് അറിയിച്ചു എങ്കിൽ സമയന സത്യപ്പെടുത്തുക. അപ്പോൾ അള്ളാഹു നിസ്കരിക്കുന്ന സമയത്ത് റബ്ബിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു ഉണ്ട്, അടിമക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു നിൽക്കുന്നുണ്ട്. അതിനാൽ ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾ മുഖം തിരിക്കരുത് എന്നായിരുന്നു രണ്ടാമത്തെ കൽപ്പന. മൂന്നാമത്തേതോ ആമുറുക്കും ബിസ്സിയാം, നോമ്പിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിൽക്കുന്ന ഒരാളെ പോലെയാണ് നോമ്പുകാരന്റെ ഉദാഹരണം. ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെറിയ കീയിൽ കസ്തൂരിയുണ്ട്. എല്ലാവർക്കും അതിന്റെ സുഗന്ധം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരന്റെ വായയുടെ മണം അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയുടെ മണത്തേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ത്വയ്യിബായതാണ്, അഥവാ
സ്ഥാനമുള്ളതാണ് ഈ നോമ്പുകാരനെ സംബന്ധിച്ച്. നോമ്പുകാരന്റെ വായുടെ മണം അള്ളാഹുവിന്റെ അടുക്കൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ നോമ്പുകാരനുള്ള സ്ഥാനത്തെയാണ് ഇത് അറിയിക്കുന്നത്. ശേഷം അവിടുന്ന് കൽപ്പിച്ചു, സ്വതക്കയെ സംബന്ധിച്ച് നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. സ്വതക്ക ചെയ്യുന്നവന്റെ ഉദാഹരണം കമസലി റജുലിൻ അസറഹുൽ അദുവു, ശത്രു പിടികൂടി കൈകൾ രണ്ടും പിറകോട്ട് കെട്ടി അവന്റെ കഴുത്തറുക്കാൻ കൊണ്ടുപോകുന്ന അവസ്ഥയിലുള്ള ഒരാളുടെ ഉദാഹരണം പോലെയാണ് സ്വതക്ക കൊടുക്കുന്നവന്റെ ഉദാഹരണം. ഫഖാൽ അന അഫ്ദീഹി മിൻകും ബിൽ ഖലീലി വൽ കസീർ, ആ അവസ്ഥയിൽ അവൻ ഈ ശത്രുവിനോടായിട്ട് പറയും, നിനക്ക് കുറച്ചോ കൂടുതലോ എത്ര ആയിട്ട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരാം എന്ന് പറയും. അതുപോലെയാണ് സ്വതക്ക കൊടുക്കുന്നവന്റെ ഉദാഹരണം. ഫഫദാ നഫ്സഹു മിൻഹും, അങ്ങനെ അവൻ അവന്റെ നഫ്സിനെ എത്ര പണം വേണമെങ്കിലും കൊടുത്തുകൊണ്ട് തന്റെ നഫ്സിനെ അവൻ മോചിപ്പിക്കും, രക്ഷിച്ചെടുക്കും. ഇതുപോലെയാണ് ഒരു മുഅ്മിൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പണം ചെലവഴിച്ചുകൊണ്ട് നാളെ നരകശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടാനുള്ള പണിയെടുക്കും. ശേഷം യഹ്യ അലൈഹിസ്സലാം ബനു ഇസ്രായേലുകാരോട് കൽപ്പിച്ചു, വഅമുറുകും അൻ തദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഫഇന്ന മസല ദാലിക്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവന്റെ ഉപമ നോക്കൂ. കാര്യങ്ങൾ ഉപമ സഹിതം, ഉദാഹരണ സഹിതം കൂടുതൽ മനസ്സിലാകാൻ അല്ലാഹു വഹി മുഖേന നമുക്ക് അറിയിച്ചു തന്ന ഉദാഹരണങ്ങളാണിത്. ചിന്തിച്ച് മനസ്സിലാക്കുക. അല്ലാഹുവിനെ ഏറെ ദിക്ർ ചെയ്യുന്നവന്റെ ഉപമ കമസലി റജുലിൻ ഖറജൽ അദുവു ഫീ അസരിഹി സിറാഅ, ഒരാളെ പോലെയാണ്. ആ ആളുടെ പിറകെ അവന്റെ ശത്രു അവനെ വിടാതെ പിന്തുടരുന്നുണ്ട്. ആ അവസ്ഥയിൽ ഹത്താ ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീൻ, അങ്ങനെ അവൻ ഒരു കോട്ടയിൽ അഭയം പ്രാപിക്കുകയാണ്. ഫഅഹ്റസ നഫ്സഹു മിൻഹും, അങ്ങനെ ശത്രുവിൽ നിന്നും തന്റെ ശരീരത്തെ അവൻ രക്ഷിക്കുകയാണ്. കദാലികൽ അബ്ദു, അതുപോലെയാണ് ഒരു അടിമ. ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്വാനി ഇല്ലാ ബിദിക്രില്ലാഹ്, പിശാചിൽ നിന്നും അവന് അല്ലാഹുവിന്റെ ദിക്റിൽ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കില്ല. ശത്രുവിൽ നിന്നും ഈ മനുഷ്യൻ ഈ കോട്ടയിൽ രക്ഷപ്പെട്ടതുപോലെ ആ മനുഷ്യന് ആ ഒരു കോട്ട എത്രത്തോളം ആവശ്യകത ഉള്ള ഒന്നാണോ, അതുപോലെ സഹോദരന്മാരെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ ഈ ദീനിൽ നിന്നും പേച്ചു പോകാതിരിക്കാൻ നമുക്ക് ആവശ്യമാണ്. ദിക്റിന്റെ കാര്യത്തിൽ നാം പലരും അശ്രദ്ധയിലാണ്. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അറിയുന്ന പല കാര്യങ്ങളാണെങ്കിൽ പോലും ആ സമയത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കാറില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരം പള്ളിയിലിരുന്ന് അങ്ങനെ സൂര്യൻ ഉദിച്ചോ എന്ന് തന്റെ കൂടെയുള്ള ആളോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഖാലനി യൗമനി ഹാദാ, സുബ്ഹ് നിസ്കരിച്ച് ഇങ്ങനെ ഇത്രയും നേരം ഇരുന്ന് അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകിയ റബ്ബിന് സ്തുതി. ശേഷം അദ്ദേഹം പറഞ്ഞു, വലം യുഹ്ലിക്നാ ബിദുനൂബിനാ, പാപം കാരണത്താൽ എന്നെ നശിപ്പിക്കാത്ത അല്ലാഹുവിന് സ്തുതി. അപ്പോൾ അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ ദിക്ർ ചൊല്ലി ഇരിക്കാനുള്ള തൗഫീഖ് അതെന്താണ്? അത് പാപം കാരണത്താൽ നഷ്ടപ്പെട്ടു പോകും എന്നറിയുക. നമ്മൾ വരുന്നത് നാം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് രാത്രി നിസ്കരിക്കാത്തത്? ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ അലാറം ഒക്കെ വെച്ച് എഴുന്നേൽക്കാൻ സാധിക്കും. അല്ല, നീ വേണമെന്ന് വിചാരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ നിനക്കത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് സാധ്യമാവുകയില്ല. മുൻഗാമികളിൽ നിന്ന് പറയപ്പെട്ടതുപോലെ എന്താണ് രാത്രി നിസ്കരിക്കാൻ പറ്റാത്തതെന്ന് ആവലാതി ബോധിപ്പിച്ചപ്പോൾ മുൻഗാമികളിലെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഖബ്ബലതുക്കും ഖതായാക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പാപങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനും നന്മയിൽ മുന്നിടാനും വലിയൊരു വിലങ്ങ് തടിയാണെന്ന് നാം അറിയണം. നോക്കൂ, അത്രയും നേരം ഇരുന്ന് ദിക്ർ ചെല്ലാനുള്ള തൗഫീഖ് എന്റെ പാപം കാരണത്താൽ എനിക്ക് ഇല്ലാതാക്കിയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. സ്വഹാബികൾ മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മുൻഗാമികളിൽ നിന്നും സലഫുകളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചെയ്ത പാപത്തിന്റെ അനന്തരഫലം എന്നിലും എന്റെ ഭാര്യയിലും, എന്തിനേറെ ഞാൻ ഉപയോഗിക്കുന്ന മൃഗത്തിലും, വാഹനമായി ഞാൻ ഉപയോഗിക്കുന്ന മൃഗത്തിലും അതിന്റെ അനന്തരഫലം എനിക്ക് അനുഭവിക്കാൻ സാധിക്കാറുണ്ട്. അല്ലാഹുവിനെ ഞാൻ ധിക്കരിച്ചതിന്റെ ഫലമായി. സഹോദരങ്ങളെ, ആരെയാണ് ധിക്കരിക്കുന്നത്, ആരുടെ കൽപ്പനക്കാണ് എതിർത്ത് നിൽക്കുന്നത് എന്ന ബോധ്യം ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദിക്ർ ചെയ്യുന്ന അവന്റെ അടിയാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറ, മുഅ്മിനീങ്ങളെ
ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, ദിക്റൻ കസീറ, ഒരുപാട് അല്ലാഹുവിനെ നിങ്ങൾ ദിക്ർ ചെല്ലുക, ദിക്ർ ചൊല്ലൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നോക്കൂ, ഇതുപോലുള്ള ആയത്തുകൾ ചില ബിദ്അത്തിന്റെ ആളുകൾ തെളിവ് പിടിക്കാറുണ്ട്. അല്ലാഹു ദിക്ർ ചെല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട്, എന്നാൽ അല്ലാഹു റസൂലിനെ നിയോഗിച്ച് എങ്ങനെയാണ്, എപ്പോഴാണ്, എന്ത് വിധത്തിലാണ് ചെല്ലേണ്ടത് മാതൃക കാണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസത്തിലും ഈ ശഅബാനിലും എല്ലാം പല ബിദ്അത്തിന്റെ ആളുകളും പല രൂപത്തിൽ, റമദാനിലും പല രൂപത്തിൽ ബിദ്അത്തുകളായ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം കൃത്യമായ മറുപടി കൊടുക്കണമെങ്കിൽ സ്വഹാബികൾ ഒരു കാര്യം എങ്ങനെയാണോ മനസ്സിലാക്കിയത് എന്ന് കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. ഇതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് ഒരാൾ തുമ്മുകയുണ്ടായി. നമുക്കറിയാം, തുമ്മിയാൽ ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹ് എന്നാണ്. ഈ മനുഷ്യൻ അൽഹംദുലില്ലാഹ് വസ്സലാത്തു അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് കൂടെ ചൊല്ലി. അദ്ദേഹത്തോടായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉസല്ലി അലാ റസൂലില്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഞാനും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്, എന്നാൽ ഇതുപോലെ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. തുമ്മിക്കഴിഞ്ഞാൽ തുമ്മൽ കാരണത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആ മനുഷ്യനെ ഇബ്നു ഉമർ വിമർശിക്കുകയാണ്. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, വഹാബികൾ സ്വലാത്ത് ചൊല്ലാത്തവരാണെന്ന്, വഹാബികൾ സ്വലാത്ത് മുടക്കികളാണെന്ന്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ സ്വലാത്ത് മുടക്കിയാണോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്തൊരു മാനദണ്ഡ പ്രകാരമാണോ അദ്ദേഹത്തെ വിമർശിച്ചത്, അതുപോലെ മാത്രമാണ് നാമും ബിദ്അത്തുകാരെ വിമർശിക്കുന്നത്. മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു പ്രത്യേക കാരണം കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്ത് കാണിച്ചു തരാത്ത കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത്, അല്ലെങ്കിൽ പ്രത്യേക എണ്ണം നിശ്ചയിക്കുക, ഇതൊക്കെ അല്ലാഹു റസൂലിനെ വിട്ട് പഠിപ്പിച്ചു തരേണ്ട കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന് തെളിവില്ല എങ്കിൽ അത് ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് സ്വഹാബികളുടെ ചര്യ ഈ പറയുന്ന ആളുകൾക്ക് പ്രതികൂലമാണ്. സ്വലാത്തല്ലേ എന്ന് പറയുന്ന ആളുകളോട് ഇദ്ദേഹം സ്വലാത്ത് തന്നെയാണ് ചൊല്ലിയത്, പക്ഷേ ചെയ്ത സന്ദർഭം അത് മാറിപ്പോയി, അത് സുന്നത്തിനോട് യോജിക്കാത്ത സന്ദർഭമായി തീർന്നു. അതുകൊണ്ട് സുന്നത്തിനോട് യോജിക്കാത്തതിനെ വിമർശിക്കുന്നവരെ പല പേരും പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ സുന്നത്ത് യഥാവിധി പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു അലാ റസൂലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച കാര്യമാണ് ശഅബാനിലെ നോമ്പിനെ സംബന്ധിച്ച്. ഒന്നുകൂടെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്ന മാസം ശഅബാനാണ്. അപ്പോൾ നോമ്പിന്റെ കാര്യത്തിൽ അശ്രദ്ധരാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനേക്കാൾ പ്രധാനമായി കഴിഞ്ഞ റമളാനിൽ നോമ്പ് നോറ്റുവീട്ടാൻ ബാക്കിയുള്ള ആളുകൾ ഈ റമളാനിന് 25 or 26 അല്പം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിയും വെച്ച് നീട്ടിയാൽ ഒരുപക്ഷെ അത് നോറ്റു വീട്ടാതിരിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അതിലേക്ക് മുന്നിട്ടിറങ്ങണമെന്ന് ഇപ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. 1 or 2 നോമ്പാണെങ്കിൽ പോലും വൈകിപ്പിക്കൽ ഒരുപക്ഷെ തൗഫീഖ് ലഭിക്കാതിരിക്കാൻ കാരണമായേക്കാം. ഈ റമളാൻ ആയിട്ടും നോറ്റു വീട്ടിയിട്ടില്ല എങ്കിൽ അത് വൻ പാപങ്ങളിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. കഴിഞ്ഞ റമളാനിലെ നോമ്പുകൾ ഈ റമളാൻ ആയിട്ടും നോറ്റു വീട്ടിയിട്ടില്ല എങ്കിൽ, ഒരു ഉദുറുമില്ലാതെ അലസത, അശ്രദ്ധ ഈ കാരണത്താലാണ് ഒരുവൻ നോറ്റു വീട്ടാതിരുന്നതെങ്കിൽ അത് വൻ പാപങ്ങളിലായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ അവൻ എന്തു ചെയ്തു കൊള്ളട്ടെ? 2 അവസ്ഥകളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വം അശ്രദ്ധയും അലംഭാവവും കാരണത്താൽ നോമ്പ് നോൽക്കാതിരിക്കുക, നോറ്റു വീട്ടാതിരിക്കുക. രണ്ടാമത്തേത് രോഗമോ മറ്റോ കാരണത്താൽ അതിന് സാധ്യമാകാതിരിക്കുക. രണ്ടാമത് പറഞ്ഞ ആൾ, തക്കതായ കാരണമുള്ള ആൾ എന്ത് ചെയ്താൽ മതി? നോമ്പ് നോറ്റു വീട്ടിയാൽ മതിയാകുന്നതാണ്. ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അല്ലാഹു പറഞ്ഞതുപോലെ അത് നോറ്റു വീട്ടിയാൽ മതിയായതാണ്. എന്നാൽ അലംഭാവവും അശ്രദ്ധയും കാണിച്ച ആളാണെങ്കിൽ
ഈ റമദാനായിട്ടും ഈ ദിവസങ്ങൾ ഇനി മുമ്പിൽ ബാക്കിയുണ്ട്, എന്നിട്ടും അവനത് ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ മേൽ എത്ര നോമ്പാണോ നോറ്റു വീട്ടാനുള്ളത് ആ എണ്ണത്തിന് അനുസരിച്ച് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 10 നോമ്പാണ് നോറ്റു വീട്ടേണ്ടതെങ്കിൽ 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ 25-26ഓളം ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ നോറ്റു വീട്ടാൻ പരമാവധി പരിശ്രമിക്കുക. ഇനി ഭക്ഷിപ്പിക്കുന്നത് 2 രൂപത്തിൽ ഭക്ഷിപ്പിക്കാം. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് 2 രൂപത്തിൽ ചെയ്യാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് വിളിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെയ്തതുപോലെ തന്റെ വീട്ടിലേക്ക് 30 മിസ്കീന്മാരെ വിളിച്ച് ഭക്ഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കും ചെയ്യാം. വീട്ടിലേക്ക് വിളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് വിളിച്ചു കൊടുക്കാം. ഇനി പാകം ചെയ്ത രൂപത്തിലല്ലാതെ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യവസ്തു എന്താണോ, അരിയോ മറ്റോ രൂപത്തിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഇടവരരുത്. ഇനി ഇതിനും മുമ്പേ അല്ല, അതിന് തൊട്ട് മുമ്പത്തെ റമദാൻ, അതിലും നോറ്റു വീട്ടാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്രയും അശ്രദ്ധ കാണിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ കൂടെയാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഈ അവസ്ഥ നമുക്ക് വരരുത്. അതിനു മുമ്പ് തന്നെ ധൃതി പിടിച്ച് നോമ്പുകൾ വീട്ടിക്കൊള്ളുക. അള്ളാഹുവിനോട് കൊടുക്കേണ്ട ബാധ്യതയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. റബ്ബിന് എത്രത്തോളം വിലവെക്കുന്നുണ്ട് നാം എന്നത് അറിയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ അശ്രദ്ധ കാണിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും റമദാനിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أنجِ المستضعفين من المؤمنين. صلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين.